വനിതാ ദിനത്തോടനുബന്ധിച്ച് 24-ഉം ഫ്ലവേഴ്സും സംഘടിപ്പിക്കുന്ന പിങ്ക് മിഡ്നൈറ്റ് റണ്ണിന് തുടക്കമാകാൻ പോകുന്നു. വിവിധ മേഖലകളിൽ നിന്നായി നിരവധി പ്രമുഖരാണ് മാരത്തണിന്റെ ഭാഗമാകാൻ പോകുന്നത്. അല്പസമയത്തിനകം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ മാരത്തണിന് തുടക്കമാകും. വിശദാംശങ്ങളുമായി അനുജ രാജേഷ്, ക്രിസ്റ്റീന ചെറിയാൻ. കണ്ടോ, അവരുടെ എനർജിയെ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇനി ഫ്രണ്ട്സ് ആയിട്ട് വിമൻസ് ഡേ ചിൽ ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നവർ മേക്ക് സം നോയ്സ്. All right, so that's a lot there in the house. അപ്പം എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒഫീഷ്യൽസ് എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. സൂൺ തന്നെ നമ്മൾ നമ്മുടെ ഫംഗ്ഷനിലേക്ക് കടക്കുന്നതായിരിക്കും. Are you all excited? All right, അപ്പോൾ നമുക്ക് എന്തായാലും ഒട്ടും താമസിപ്പിക്കാതെ തന്നെ ഇന്നത്തെ ഈ ഒരു ഫംഗ്ഷൻ തുടങ്ങാവുന്നതാണ്. Before that, we just want our guests to just settle down. അതിനുശേഷം നമ്മൾ സൂൺ നമ്മുടെ പരിപാടിയിലേക്ക് കടക്കുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ഈ ഒരു പിങ്ക് മിഡ് നൈറ്റ് മാരത്തോൺ റണ്ണാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആരൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ എടുത്തിട്ടുള്ളവർ? നിങ്ങളൊന്ന് കൈ പൊക്കാമോ? ഇന്നത്തെ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ഈ ഒരു മാരത്തോൺ മനസ്സിൽ കണ്ട് നിങ്ങൾ പ്രിപ്പയർ ആയി വന്നിട്ടുള്ളവർ എത്ര പേരുണ്ട്? ഓൾ റൈറ്റ്, എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം. പ്രിപ്പയർ ആയി വന്നവർക്കും പ്രിപ്പയർ ആയി വരാത്തവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്നത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിർദ്ദേശങ്ങൾ ഞാൻ ക്വിക്ക്ലി ഒന്ന് വായിച്ചു തരാം. സോ ദാറ്റ് നിങ്ങൾ ആ ഒരു മാരത്തോൺ റേസിൽ പങ്കെടുക്കുമ്പോൾ മിഡ് നൈറ്റ് മാരത്തണിന് തുടക്കമാകാൻ പോവുകയാണ്. ഇപ്പോൾ വേദിക്ക് സമീപത്ത് നിന്ന് ക്രിസ്റ്റീന ചെറിയാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ക്രിസ്റ്റീന, ഇനിയും ഫ്ലാഗ് ഓഫിന് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് വിവരങ്ങൾ ക്രിസ്റ്റീന? ഗുഡ് ഈവനിങ് ഡോക്ടർ ഉന്മേഷ്. കൊച്ചി അക്ഷരാർത്ഥത്തിൽ ഒരു നാരീസാഗരമായി, വനിതകളുടെ ഒരു കടലായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പല പ്രായത്തിലുള്ള ഈ ചെറിയ കുട്ടികൾ വളരെ ആവേശത്തോടു കൂടെയാണ് വന്നിരിക്കുന്നത്. അവർക്കിവിടെ മത്സരത്തിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷേ എന്നാൽ പോലും ആവേശത്തോടുകൂടെ സ്ത്രീത്വത്തെ ആഘോഷിക്കാനായി ഈ വനിതാ ദിനത്തിൽ ഫ്ലവേഴ്സിനോടും 24-നോടൊപ്പം പിങ്ക് മിഡ് നൈറ്റ് റണ്ണിൽ ഓടാൻ നിരവധി പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 2 കാറ്റഗറികളിലായിട്ടാണ് നമ്മൾ ഈ മത്സരം നടത്തുന്നത്. ഇനി ഔദ്യോഗിക ചടങ്ങ് ഒരു അല്പസമയത്തിനകം എനിക്ക് പിന്നിൽ കാണുന്ന ആ ഒരു വേദിയിൽ ആരംഭിക്കുന്നതാണ്. ഇതുവരെ ഇവിടെ ആടി പാടി ഡാൻസും DJയും ഒക്കെ ആയിരുന്നു. അതിനുശേഷം ഇനി സൂംബ ഉണ്ടാകും. നമുക്ക് ഔദ്യോഗിക ചടങ്ങിലേക്ക് ഏറ്റവും പെട്ടെന്ന് പോകേണ്ടതായിട്ടുണ്ട്. ഈ പിങ്ക് മിഡ് നൈറ്റ് മാരത്തൺ അതിന്റെ 3ാമത്തെ എഡിഷൻ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന നടൻ ജയസൂര്യയാണ്. ഒപ്പം തന്നെ നമ്മുടെ ജില്ലാ കളക്ടർ ശ്രീ NSK ഉമേഷ്, കമ്മീഷണർ ശ്രീ പുട്ട വിമലാദിത്യ, നമ്മുടെ സ്വന്തം SKN, അങ്ങനെ നിരവധി പ്രമുഖർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ ഒഫീഷ്യൽസും റെഡിയാണ്. അല്പസമയത്തിനകം ഈ ഫ്ലാഗ് ഓഫ് നടക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ 2 കാറ്റഗറികളിലായാണ് മത്സരം നടക്കുന്നത്. 15 മുതൽ 30 വരെ, 30 മുകളിലുള്ള ഒരു കാറ്റഗറി. അപ്പൊ എല്ലാവരും റെഡിയായി ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഉന്മേഷ്. ശരി, ക്രിസ്റ്റീന ചെറിയാനാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ വേദിയിലേക്ക് പോകുന്നു. അവിടെ പരിപാടികൾക്ക് തുടക്കമാകാൻ പോകുന്നു. ഇപ്പോൾ നടൻ ജയസൂര്യയും എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷും അടക്കമുള്ളവർ വേദിയിലെത്തിയിട്ടുണ്ട്. തത്സമയ സംപ്രേഷണത്തിലേക്ക് വീണ്ടും നമ്മുടെ SKN സർ എത്തിയിട്ടുണ്ട്, ജയേട്ടൻ എത്തിയിട്ടുണ്ട്, കളക്ടർ സർ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഹാർട്ടി വെൽക്കം. നിങ്ങളോട് എല്ലാവരോടും പ്ലീസ് ബി സീറ്റഡ്. ഐ റിക്വസ്റ്റ് യു ഓൾ ടു ബി സീറ്റഡ്. ഇപ്പോൾ വുമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ. സോ നമ്മൾ 24 പ്രേക്ഷകരുടെ മുന്നിൽ ഇത് ഞങ്ങളുടെ ഒരു ആദ്യത്തെ ചുവടുവെപ്പല്ല. ബിക്കോസ് ഇതിനു മുമ്പ് കോൺസെക്യൂട്ടീവ് ആയിട്ടുള്ള 2 വർഷവും ഇതിനു മുമ്പുള്ള 2 വർഷവും നമ്മൾ ഈ ഒരു പിങ്ക് മിഡ് നൈറ്റ് റൺ ഇവിടെ വളരെ സക്സസ്ഫുള്ളി നടത്തിയിട്ടുള്ളതാണ്. ആൻഡ് ഇത് നമ്മുടെ 3rd ഇയർ ആണ്. സോ വെരി 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 ഹാപ്പി ടു സെലിബ്രേറ്റ് വുമൻഹുഡ്. അപ്പം ഇന്നും ഈ ഒരു വിജയഗാഥ എഴുതാനായിട്ട് ഒരുപാടധികം വനിതകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒട്ടും വൈകിക്കാതെ ഒരു ഒഫീഷ്യൽ വെൽക്കം പറയുകയാണ്. Welcome to KP Namboothiri's Ayurvedics Pink Midnight Run presented by Ski Ice Creams, supported by Kerala Tourism Department. Associate sponsors BK Dhanalakshmi Multi-State Agri Cooperative Society, DDRC Agilus Path Labs Limited, Paraka Jewels. Healthcare partner Sunrise Hospital, OOH partner Aishwarya OOH Media. ഒരു പ്രത്യേക അറിയിപ്പ് ഞാൻ നൽകുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു മാരത്തണിൻ്റെ ഇടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് കൺസേൺസ് ഉണ്ടെങ്കിൽ സൺറൈസ് ഹോസ്പിറ്റൽസിൻ്റെ ഒരു ഹെൽത്ത് കൗണ്ടേഴ്സ് നമ്മുടെ വേദിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും നിങ്ങൾ അതെല്ലാം യൂസ് ചെയ്യുക എന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. സോ ഇനി നമുക്ക് നമ്മുടെ ഒഫീഷ്യൽസിനെയൊക്കെ വെൽക്കം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്.
മിഡ് നൈറ്റ് റണ്ണിന് തുടക്കമാകാൻ പോകുന്നു. വേദിയിൽ ഇപ്പോൾ വിശിഷ്ടാതിഥികൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അനുജ രാജേഷ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനുജ, നമ്മുടെ അതിഥികളൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഫ്ലാഗ് ഓഫിന് ഇനി മിനിറ്റുകൾ മാത്രം. പറയൂ അനുജ. പിങ്ക് മിഡ് നൈറ്റ് മാരത്തന് തുടക്കമാകാൻ പോവുകയാണ്. അല്പസമയത്തിനകം ഫ്ലാഗ് ഓഫ് നടത്തും. വേദിയിൽ വിശിഷ്ടാതിഥികൾ ഇതിനോടകം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് അദ്ദേഹത്തെ ഇപ്പോൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നു. അനുജ രാജേഷ് വിവരങ്ങൾ ചേരുന്നുണ്ട്. അനുജ, ഇനി മിനിറ്റുകൾ മാത്രം ഫ്ലാഗ് ഓഫിന്. വിവരങ്ങൾ അനുജ. വിജയമായി മാറിയിരുന്നു പിങ്ക് മിഡ് നൈറ്റ് റൺ എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇക്കുറി അതിനേക്കാൾ വലിയ വിജയമായി മാറും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. 2500-ലേറെ വനിതകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ദർബാർ ഹാൾ ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വൈകിട്ട് 6 മണി മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് വനിതകളുടെ വലിയൊരു ഒഴുക്കായിരുന്നു. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ റൺ ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. ജയസൂര്യ ഫ്ലാഗ് ഓഫ് ചെയ്യും. നമ്മളുടെ ഔദ്യോഗികമായി ചടങ്ങിലേക്ക് അല്പസമയത്തിനകം കടക്കും. വിശിഷ്ട അതിഥികൾ എല്ലാവരും തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ജയസൂര്യ, ഒപ്പം തന്നെ ജില്ലാ കളക്ടർ NSK ഉമേഷ്, കൂടാതെ നമ്മളുടെ MD ശ്രീ ആർ ശ്രീകണ്ഠൻ നായർ എന്നിവർ, കൂടാതെ അല്പസമയത്തിനകം DIGN കമ്മീഷണർ ഓഫ് പോലീസ് പുട്ട വിമലാദിത്യ കൂടി എത്തിച്ചേരുന്നതോടെ നമ്മുടെ പരിപാടികൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിക്കുകയാണ്. 2500-ലേറെ വനിതകൾ ചരിത്രത്തിലേക്ക് ഓടിക്കയറാൻ പോകുന്ന നിമിഷമാണ് ഇനി വരുന്നത്. വനിതകളുടെ ശാക്തീകരണം, തുല്യത, സമത്വം ഇതെല്ലാം വിളിച്ചോതുന്ന 24-ഉം ഫ്ലവേഴ്സും ചേർന്ന് സംയുക്തമായി ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പിങ്ക് മിഡ് നൈറ്റ് റൺ ഇത്തവണയും അതിൽ അല്പസമയത്തിനകം നമ്മൾ ആ വനിതകളുടെ ആ ചുവടുവയ്പ് അതുണ്ടാവുകയാണ്. വലിയ ആവേശത്തിലാണ് ഇങ്ങോട്ടേക്ക് ഉന്മേഷ് വനിതകൾ എത്തിയിട്ടുള്ളത്. 2 കാറ്റഗറി, 15-നും 30-നും ഇടയിൽ, കൂടാതെ 30 വയസ്സിന് മുകളിൽ എന്ന തരത്തിലേക്ക് 2 കാറ്റഗറിയായാണ് ഇവിടെ വനിതകൾ മത്സരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണയും അതിന് മുൻപിലത്തെ തവണയും ഒക്കെ നമ്മൾ കണ്ടതുപോലെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഇവിടെ ഓടാൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ